ഹായ് ഹലോ ഇന്നൊരു അടിപൊളി കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കണം കേട്ടോ. അങ്ങനെ അത് പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒഴിച്ച് കൊടുക്കണം, അതല്ലെങ്കിൽ അതവിടെ കട്ട പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടോട് കൂടി തന്നെ ഇത് ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ കാരമലൈസ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞ് വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുക. പാലൊഴിക്കുമ്പോൾ അത് കട്ട പിടിച്ച പോലൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. അത് നമുക്ക് ചൂടായി വന്ന് തുടങ്ങിയാൽ അതൊക്കെ നല്ലപോലെ മെൽറ്റായി കിട്ടും കേട്ടോ. അങ്ങനെ ആ കട്ട പിടിച്ചതെല്ലാം നമുക്ക് ചൂടാവും തോറും അത് അലിഞ്ഞ് വന്ന് തുടങ്ങിയിട്ട് നമുക്കിത് ആ മിക്സൊക്കെ ഇവിടെ കറക്റ്റ് റെഡിയായി കിട്ടി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടൊന്ന് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. ഒരു 20 മിനിറ്റ് നേരം ആവി കയറ്റിയെടുത്താൽ ഇത് കറക്റ്റ് നമുക്ക് വെന്ത് കിട്ടും. അങ്ങനെ നമ്മുടെ കാരമൽ പുഡിങ് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് കട്ട് ചെയ്യുമ്പോഴേ മനസ്സിലാവും അതിൻ്റെ സോഫ്റ്റ്നെസ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. പാലും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.